ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് അയച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഭൂമി കാണാൻ ഒരു രസമല്ലേ? അപ്പോൾ ചോദിക്കും, ഒരു വ്യക്തിക്ക് സാറ്റലൈറ്റ് വിടാൻ പറ്റുമോ എന്ന്. ഇന്ത്യയുടെ പുതിയ സ്പേസ് പോളിസി അനുസരിച്ച് സാങ്കേതികമായി കഴിയും. എന്നാൽ ഒരു പ്രധാന നിബന്ധനയുണ്ട്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അത് നമ്മുടെ സ്പേസ് റെഗുലേഷൻസിനും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു ചെറിയ സാറ്റലൈറ്റ് ആകാശത്തേക്കങ്ങ് പിടിപ്പിച്ചാലോ? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഒരു സാധാരണ പൗരനോ സ്റ്റാർട്ടപ്പിനോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ബഹിരാകാശത്തേക്ക് സ്വന്തമായി സാറ്റലൈറ്റുകൾ അയക്കാൻ നിയമപരമായി പൂർണ്ണ അവകാശമുണ്ടെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം വരെ അത് കടലാസിലെ അവകാശമായി നിൽക്കുമായിരുന്നു. കാരണം സാറ്റലൈറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചാലും അത് അയക്കാൻ റോക്കറ്റ് വേണ്ടേ? നിലവിൽ കുറഞ്ഞ ചെലവിൽ സക്സസ് ആയിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്, ISROയുടെ PSLV വഴി. ഓരോ ISRO റോക്കറ്റ് ലോഞ്ചിങ്ങും വർഷങ്ങളുടെ പ്ലാനിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ISRO ലോഞ്ചിലും പേലോഡുകളുടെ ബഹളമാണ്. നമ്മളൊരു ചെറിയ സാറ്റലൈറ്റും കൊണ്ടുചെന്നാൽ അത് കൊണ്ടുപോകാനുള്ള സ്പേസ് ISRO മിഷൻ ഉണ്ടാകില്ല. അപ്പോഴാണ് ഇന്ത്യ അതിൻ്റെ വിശാലമായ ആകാശം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്കായിട്ട് തുറന്നിട്ടത്. 2020 ജൂണിൽ കേന്ദ്രം കൈക്കൊണ്ട ആ തീരുമാനം ചുരുക്കം ചിലർ മാത്രമാണ് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ചർച്ച ചെയ്തത്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ചരിത്രപരമായ ഈ ബഹിരാകാശ പരിഷ്കരണങ്ങളിലൂടെയാണ് സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തമായി റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാനുള്ള വഴി തുറന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇൻസ്പേസ് എന്ന ഏജൻസിയുടെ രൂപീകരണമാണ്. സ്വകാര്യ സ്പേസ് കമ്പനികൾക്ക് അനുമതി നൽകാനും പ്രൈവറ്റ് സാറ്റലൈറ്റുകൾക്ക് അനുമതി നൽകുന്നതിനും സ്വകാര്യ സംരംഭകർക്ക് ISRO കേന്ദ്രങ്ങൾ ഉപയോഗിക്കാനും ഇൻസ്പേസ് സഹായിക്കും. ഇതൊരു സ്വതന്ത്ര ഏകജാലക സംവിധാനമായി പ്രവർത്തിക്കും. 2023 ഇന്ത്യൻ സ്പേസ് പോളിസി നിലവിൽ വന്നു. ഇതനുസരിച്ച് ISRO പുതിയ R&Dകളിലും ദൂരനിരീക്ഷണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വാണിജ്യ വിക്ഷേപണങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ചെയ്യാമെന്നും വ്യക്തമാക്കി. 2024 ഫെബ്രുവരിയിൽ മറ്റൊരു ചരിത്രപരമായ തീരുമാനമെടുത്തു. സ്പേസ് സംരംഭകർക്ക് 100% വിദേശ നിക്ഷേപം അഥവാ FDI സ്വീകരിക്കാമെന്ന്. ISRO എന്ന സർക്കാർ ഏജൻസിയുടെ മാത്രം തോളിലായിരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ആകാശത്തോളം സാധ്യതകളിലേക്ക് തുറന്നുവിട്ട നയ തീരുമാനത്തിന്റെ ആദ്യ സന്തതിയാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ്. ബഹിരാകാശത്തേക്ക് സ്വന്തമായി റോക്കറ്റ് അയക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി എന്ന ചരിത്ര നേട്ടം സ്കൈറൂട്ട് സ്വന്തമാക്കുമ്പോൾ അത് വൈകിയെങ്കിലും ഇന്ത്യ കൈക്കൊണ്ട ധീരവും വിപ്ലവകരവുമായ തീരുമാനത്തിന്റെ റിസൾട്ടാണ്. മിഷൻ പ്രാരംഭ് എന്ന് നാമകരണം ചെയ്ത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിജയകരമായി കുതിച്ചുയർന്ന വിക്രം S എന്ന റോക്കറ്റ് ലോകത്തോട് പറഞ്ഞത് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ലോക സാറ്റലൈറ്റ് വിക്ഷേപണ വിപണിയിൽ ഇന്ത്യ കസേര വലിച്ചിട്ടിരിക്കുകയാണെന്ന്. വിഹായസോളം വലിയ വിപണിയിൽ വിജയക്കൊടി നാട്ടാൻ നമ്മളുണ്ടെന്ന്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ, അതായത് ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ അതേ അതിവേഗതയിൽ ബഹിരാകാശത്തിന്റെ അതിരുകൾ തൊട്ട് കുതിച്ചുയർന്ന വിക്രം S ഇന്ത്യയിലെ ആയിരക്കണക്കിന് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾക്കും യുവ എഞ്ചിനീയർമാർക്കുമുള്ള ഒരു സന്ദേശമായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് വേണ്ടി ആകാശവും കടന്ന് നമുക്ക് കുതിക്കാമെന്ന സന്ദേശം. സ്പേസ് ടെക്നോളജിയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുത്തക അവസാനിപ്പിച്ച് ഇന്ത്യയെ ഒരു ഗ്ലോബൽ സ്പേസ് ഹബ്ബാക്കി മാറ്റുന്നതിൽ സ്കൈറൂട്ടിന്റെ വിക്ഷേപണം എന്നെന്നും സുവർണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തും. എന്തെന്നാൽ ഇന്ത്യൻ സ്പേസ് എക്കോണമിയെ ലോകത്തെ മുൻനിരക്കാരാക്കി മാറ്റാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് സ്കൈറൂട്ട് തുടങ്ങിവെച്ചത്. കാരണം അത് ഇന്ത്യയുടെ പുതിയ ലക്ഷ്യങ്ങൾക്ക് ശക്തി പകരുന്ന മുന്നേറ്റമാണ്. നിലവിൽ ലോകത്തെ സ്പേസ് എക്കോണമിയുടെ വെറും 3% വരെ മാത്രമാണ് ഇന്ത്യയുടെ വിഹിതം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ സ്പേസ് പോളിസികളും ഇൻസ്പേസ് നയങ്ങളും ലക്ഷ്യമിടുന്നത് 2030 ലോക സ്പേസ് മാർക്കറ്റിൽ 10% വിഹിതം ഇന്ത്യക്കാകണമെന്നാണ്. ഇത് ഏകദേശം 3.6 ലക്ഷം കോടി രൂപ വരും. ഇപ്പോൾ മനസ്സിലായോ? സ്കൈറൂട്ട് എന്നാൽ ആകാശത്ത് ഇനി പടരാൻ പോകുന്ന ഇന്ത്യയുടെ വേരുകളാണെന്ന്. സ്കൈറൂട്ടിന്റെ ചരിത്രപരമായ ഈ നേട്ടത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവുമുണ്ട്. തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ അത്യാധുനിക ഹെഡ്ക്വാർട്ടേഴ്സിലും R&D സെന്ററിലുമാണ് ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും.
വിക്രം റോക്കറ്റിന്റെ കലാമ 100 എന്ന എഞ്ചിനുകൾ വിജയവാഡയിലെ ടെസ്റ്റിംഗ് സെന്ററിലും നാഗ്പൂരിലെ സോളിഡ് പ്രൊപ്പൽഷൻ ടെസ്റ്റിംഗ് പ്ലാന്റിലുമാണ് പരീക്ഷിച്ചത്. റോക്കറ്റിന്റെ വികസനത്തിൽ ISROയുടെയും ഇൻസ്പേസിന്റെയും വലിയ സാങ്കേതിക സഹായവും വിക്ഷേപണത്തിനായി ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് ലോഞ്ച് പാഡും സ്കൈറൂട്ടിന് ലഭ്യമായി. ഒരു റോക്കറ്റ് കേവലം ആശയത്തിൽ നിന്ന് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് വിക്ഷേപിക്കാൻ സാധാരണയായി 5-10 വർഷമെടുക്കാം. എന്നാൽ ISROയിലെ മുൻ ശാസ്ത്രജ്ഞരായ പവൻ കുമാർ ചന്ദനയും ഭരത് ധാഗയും ചേർന്ന് സ്കൈറൂട്ട് സ്ഥാപിച്ചതിനു ശേഷം കേവലം 2 വർഷം കൊണ്ട് തന്നെ വിക്രം എസ് പൂർണ്ണമായി നിർമ്മിച്ച് വിക്ഷേപണത്തിന് സജ്ജമാക്കി. ഇതാണ് പിച്ച്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത്ര വേഗത്തിൽ എഞ്ചിനുകൾ നിർമ്മിച്ചത്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ മാസങ്ങൾ നീളുന്ന റോക്കറ്റ് നിർമ്മാണ സമയത്തെ കേവലം ദിവസങ്ങളാക്കി ചുരുക്കുകയും റോക്കറ്റ് കമ്പോണന്റുകളുടെ എണ്ണം വൻതോതിൽ കുറയ്ക്കുകയും ചെയ്തു. 2010 കഴിഞ്ഞപ്പോൾ തന്നെ ആകാശ വിപണി സ്വകാര്യ കമ്പനികൾക്ക് തുറന്നിട്ട ചൈന. കമേഴ്ഷ്യൽ സ്പേസ് ലോഞ്ച് ആക്ടിലൂടെ 1984 അതായത് 40 വർഷം മുന്നേ ആകാശം തുറന്നിട്ട അമേരിക്ക. 1980കളിൽ തന്നെ സ്വകാര്യ സ്പേസ് കമ്പനികൾ റോക്കറ്റ് ലോഞ്ചുകൾ സാധ്യമാക്കിയ യൂറോപ്പ്. ഇങ്ങനെയാണ് അവരെല്ലാം ഇന്ന് വൻ ശക്തികളായത്. 100 കണക്കിന് കമ്പനികളാണ് ഇവിടെല്ലാം ഇക്കാലം കൊണ്ട് സ്പേസ് എക്കോണമിയിൽ വളർന്നു തഴമ്പിച്ചത്. ഇക്കാലമെല്ലാം രാജ്യത്തിൻ്റെയാകെ ആകാശ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തോളിൽ ചുമന്നത് ISRO എന്ന ഒരേയൊരു സർക്കാർ ഏജൻസി മാത്രമാണ്. ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് ഇസ്രോ എന്ന ഒറ്റ ഏജൻസിയിൽ സ്പേസ് സാധ്യതകളെ ലിമിറ്റ് ചെയ്തതെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സ്വകാര്യ സംരംഭകർക്കായി തയ്യാറാക്കേണ്ട ഫോമൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ചെയ്തെടുക്കാനുള്ള ശേഷിയില്ലായ്മയും ഭാവി എന്താണെന്ന് കാണാനും ലോകം മാറുന്നത് മനസ്സിലാക്കാനുമുള്ള വിഷൻ ഉണ്ടാകാതിരുന്നതും തന്നെയാകാം ചില അസാധാരണ സാധ്യതകളെ സ്പേസ് സെക്ടറിലടക്കം പലയിടത്തും ഇത്രനാൾ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയത്. സ്കൈറൂട്ട് വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് വിക്രം. വിക്രം സാരാഭായ് എന്ന മഹാമേരുവിനുള്ള ആദരം. വിക്ഷേപിച്ച റോക്കറ്റിന്റെ നീളം 6 മീറ്റർ, ഭാരം 545 കിലോ. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചാലെത്തുക ഭൂമിക്ക് മേലെ 90 കിലോമീറ്ററോളം അകലെ ശൂന്യമായ ആകാശത്ത്. വേഗത ശബ്ദത്തിന്റെ 5 ഇരട്ടി. ഐഡിയയിൽ നിന്ന് വിക്ഷേപണത്തിനെടുത്ത സമയം 2 വർഷം. റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കുന്നതിനും ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിച്ചത് പൂർണ്ണമായും കാർബൺ ഫൈബർ ഘടന. ഇന്ധനമാകട്ടെ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോളിഡ് പ്രൊപ്പൽഷൻ ഫ്യൂവൽ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനോട് വരെ മത്സരിക്കാൻ പോന്ന വിലക്കുറവും കൃത്യതയും. ലക്ഷ്യം ചെറിയ സാറ്റലൈറ്റുകൾ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ വേഗത്തിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറുകൾ വലിയ മുറികളിൽ നിന്ന് മാറി നമ്മുടെ വീടുകളിലെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളായതുപോലെ ബഹിരാകാശ വിക്ഷേപണത്തെ സാധാരണക്കാർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രാപ്യമാക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് റെവല്യൂഷനായി സ്കൈറൂട്ട് യാഥാർത്ഥ്യമാവുകയാണ്. സ്കൈറൂട്ട് മാത്രമല്ല, ചെന്നൈയിലുള്ള അഗ്നികുൾ കോസ്മോസ്, ബംഗളൂരുവിലെ പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളുമാണ് ഇന്ത്യൻ ആകാശത്ത് വിസ്മയം തീർക്കാൻ ഊഴം കാത്തിരിക്കുന്നത്. ഇതുവരെ ചെറിയ കമേഴ്ഷ്യൽ സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കുന്നത് മുതൽ ചന്ദ്രയാൻ, ആദിത്യ L1, ഗഗൻയാൻ വരെയുള്ള വമ്പൻ പ്രൊജക്റ്റുകൾ വരെ എല്ലാം ISRO ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. വരാൻ പോകുന്ന മാറ്റം ചെറിയ വാണിജ്യ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ ചുമതല സ്കൈറൂട്ട്, അഗ്നികുൾ തുടങ്ങിയ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുകൾ ഏറ്റെടുക്കും. ISRO ദീർഘകാല ബഹിരാകാശ ഗവേഷണങ്ങൾക്കും ഗൃഹാന്തര പര്യവേക്ഷണങ്ങൾക്കും കൂടുതൽ സമയം നീക്കിവെക്കും. ലോകമെമ്പാടുമുള്ള ടെലികോം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കാലാവസ്ഥാ കമ്പനികൾ ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നത്. സ്കൈറൂട്ടിന്റെ വിക്രം റോക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ 72 മണിക്കൂറിനുള്ളിൽ വിക്ഷേപണം നടത്താമെന്ന വൻ ഉറപ്പാണ്. വിദേശ കമ്പനികൾ അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യയിലെത്തും. ഇത് രാജ്യത്തേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപവും ഫോറിൻ എക്സ്ചേഞ്ചും കൊണ്ടുവരും. ഒരു റോക്കറ്റ് നിർമ്മിക്കുക ഒരു സ്കൈറൂട്ട് മാത്രമല്ല, അതിന് ആയിരക്കണക്കിന് കമ്പോണൻസ് ആവശ്യമാണ്. ഇത് ഇന്ത്യയിലുടനീളമുള്ള 100 കണക്കിന് MSME കമ്പനികളായിരിക്കും. റോക്കറ്റ് എഞ്ചിൻ ഭാഗങ്ങൾ, കാർബൺ ഫൈബർ ബോഡി, സെൻസറുകൾ എന്നിവ നിർമ്മിക്കുന്ന ഒരു എയ്റോസ്പേസ് വ്യവസായ ശൃംഖല ഇന്ത്യയിലുടനീളം രൂപപ്പെടും. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മിടുക്കരായ എഞ്ചിനീയർമാർക്ക് ഇവിടെ വലിയ അവസരങ്ങൾ തുറക്കും. ടെയിലൻ്റ് ഇതാണ്. ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്യുന്നത് പോലെ ഒരു റോക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റ് അയക്കാൻ സാധിക്കുമോ? അത്ര എളുപ്പത്തിൽ ഇത് നടക്കില്ല.
ഒരു വ്യക്തിക്ക് സ്കൈ റൂട്ട് പോലെ ഒരു പ്രൈവറ്റ് റോക്കറ്റ് കമ്പനി വഴി സ്വന്തമായി ഒരു സാറ്റലൈറ്റ് അയക്കണമെങ്കിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. പറയാം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. ഇന്ത്യയിൽ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകൾ അയക്കണമെങ്കിൽ ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസ്പേസിൻ്റെ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്ററിൻ്റെ അനുമതി വേണം. റോക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഇൻസ്പേസിന് അപേക്ഷ നൽകണം. ഇൻസ്പേസിലെ അനുമതി ലഭിക്കാൻ നിങ്ങൾ അയക്കുന്ന സാറ്റലൈറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണം. ഉദാഹരണത്തിന് കാലാവസ്ഥാ പഠനം, ചിത്രങ്ങൾ പകർത്തുന്നതിന്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, ഇങ്ങനെ പലതുമാകാം. മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കോ ഭീഷണിയാകുന്നതോ ആയ കാര്യങ്ങളല്ല നിങ്ങളുടെ ദൗത്യമെന്ന് ബോധ്യമാകണം. അടുത്തത്, സാറ്റലൈറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് ഡാറ്റ അയക്കാനും തിരിച്ചും സന്ദേശങ്ങൾ അയക്കാനും പ്രത്യേക റേഡിയോ ഫ്രീക്വൻസി ആവശ്യമാണ്. ഇതിനായി വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ എന്ന കേന്ദ്ര ഏജൻസിയുടെ ലൈസൻസ് വേണം. മൂന്നാമതായി, സാറ്റലൈറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് ബഹിരാകാശ മാലിന്യമായി കറങ്ങി നടന്ന് മറ്റ് സാറ്റലൈറ്റുകളിൽ ഇടിക്കില്ലെന്ന് ഉറപ്പ് നൽകണം. നിശ്ചിത സമയത്തിന് ശേഷം അത് താനെ കത്തിയമരുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ നിർമ്മാണം. ഇത്രയുമുണ്ടെങ്കിൽ ഒരു സാറ്റലൈറ്റ് വിടാന്നേ. മലയാളിയല്ലേ, അപ്പ ചോദിക്കും കാശെത്രയാകുമെന്ന്. സ്കൈ റൂട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ക്യൂബ് സാറ്റലൈറ്റുകൾ, അതായത് 10 സെൻറ്റിമീറ്റർ ക്യൂബ് വലിപ്പമുള്ള ചെറിയ സാറ്റലൈറ്റുകൾ നിർമ്മിക്കാനും അത് വിക്ഷേപിക്കാനും ഒരു 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കാണണം. പണ്ടത്തെ കോടാനുകോടി രൂപയുടെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. അപ്പോൾ ഇനിയൊരു സാറ്റലൈറ്റ് വിട്ടാലോ? വളരാൻ പരിമിതികളില്ലാത്ത, ടെക്നോളജിയിലും വികസനത്തിലും മുന്നേറാൻ കഴിയുന്ന, വിപ്ലവകരമായി എന്തും ചെയ്യാൻ പറ്റുന്ന, ആകാശത്തോളം സ്വപ്നം കാണാൻ കഴിയുന്ന പുതിയ ഇന്ത്യയല്ലേ ഇത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താങ്ക് യു ഫോർ വാച്ചിങ് channelive.com. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ അറിയിക്കുക.